ബ്രോക്കർമാർ വരുന്ന എന്തിനാ? അതിന് ഒരാലോചന ഉണ്ടായിരുന്നു. ഏട്ടൻ വീണ്ടും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചോ? അതെന്താ മഹേശ്വരമ്മ ഒരു കളിയാക്കല്? വേണമെങ്കിൽ അങ്ങേർക്ക് ഇനി ആവാലോ. 75-ാം വയസ്സിലും 25-കാരിയെ കെട്ടിയ മന്ത്രിമാരുള്ള രാജ്യമല്ലേ നമ്മുടേത്? കേണലാണെങ്കിലോ നല്ല ഉരുക്ക് പോലെയല്ലേ ഇരിക്കണത്. മതി മതി തന്റെ വിവരണം. ഇപ്പൊ വന്ന കാര്യം പറ. കേണൽ സാറ് പ്രത്യേകം പറഞ്ഞിട്ട് സൂര്യൻ കുഞ്ഞിനൊരു ആലോചനയായിട്ട് വന്നു. അത് കൊള്ളാലോ അമ്മേ. കേണൽ സാറ് പ്രത്യേകം പറഞ്ഞു. അതെ, കേണൽ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് കേണൽ സാർ അവന്റെ കല്യാണം ഉറപ്പിച്ചല്ലോ. ഉറപ്പിച്ചോ? എപ്പോ? എവിടെന്നാ പെണ്ണ്? ആരാ അതിന്റെ ബ്രോക്കർ? ബ്രോക്കർ തൽക്കാലം ഞാൻ തന്നെയാണെന്ന് വെച്ചോ. പെണ്ണ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ. അടുത്തുള്ളതോ? അവര് തമ്മിൽ നേരത്തെ അറിയുന്നതാ. കുറച്ച് അടുപ്പത്തിലുവാ. ഇപ്പഴാ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്. ഇത് വലിയ ചതിയായിപ്പോയി. ഞങ്ങൾ ഇത്രയും നാൾ അലഞ്ഞത് വെറുതെ. അംബികേ, പിന്നെ കേണൽ എന്തിനാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? എന്തായാലും കേണലിനെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നു. ചേട്ടൻ ഇവിടെ ഇല്ല, രാവിലെ പുറത്തു പോയതാ. വരട്ടെ, കാത്തിരിക്കാം. ഞങ്ങൾക്ക് തിരക്കില്ല. ശരിയാ, കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. കാത്തിരിക്കേണ്ട കാര്യമില്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ. വേഗം സ്ഥലം കാലിയാക്കും. കല്യാണത്തിന്റെ തീയതി അറിയിക്കാം. വന്നാ സദ്യ ഉണ്ണ. ഇതൊരു ദക്ഷിണയായി വെച്ചോളൂ. 10,000 രൂപയുണ്ട്. പിന്നെ കല്യാണമൊക്കെ കഴിയട്ടെ, അപ്പൊ നോക്കാം. എന്നാ പിന്നെ തമ്പുരാട്ടി, നമ്മുടെ മയൂരി കൊച്ചിനുള്ള നല്ല ചുള്ളൻ ചെക്കന്മാര് ഈ ബാഗിലുണ്ട്. ആലോചിക്കട്ടെ. ഇനി എന്തിനാടോ? അതും ഉറപ്പിച്ചല്ലോ. അതും ഉറപ്പിച്ചോ? ആ, ഇത് വലിയ കൊടും ചതിയായി പോയി സാറേ. ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നു. എന്താടോ? എന്ത് ചതി? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അത് പിന്നെ സൂര്യൻ കുഞ്ഞിന്റെ കല്യാണ നിശ്ചയം. അതല്ലേ തന്നോട് നല്ലൊരു കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞത്? എന്നിട്ട് തരപ്പെട്ടോ? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അല്ല, സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതോ കാര്യമുണ്ടല്ലോ സാറേ. ആ കാര്യമായിട്ടാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയും പഴയതുപോലെ സമയം മെനക്കെടുത്താനാണോ ശങ്കര? ഒരിക്കലും അല്ല സാറേ. സാറ് പറഞ്ഞതുപോലെ ഒരു തങ്ക കുട്ടിയെ തന്നെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തങ്ക അവസാനം പിത്തളയായി പോവല്ലേ ശങ്കര? ഇല്ല മാഡം, ഇത് തനി തങ്കം തന്നെയാ. പിത്തള ഒരിക്കലും തങ്കം എന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ മാഡം. തനി 24 ക്യാരറ്റ്. ശരി, എന്നാ പിന്നെ കാര്യങ്ങൾ പറ. എന്തിനാ അമാന്തിക്കുന്നത്? കുട്ടിയുടെ പേരെന്താണ്? സാക്ഷാൽ സീതാദേവിയുടെ പേരാ വൈദേഹി. കുട്ടിയുടെ പേരെന്താണ്? സാക്ഷാൽ സീതാദേവിയുടെ പേരാ വൈദേഹി. അപ്പോ സീതയുടെ സ്വഭാവ ഗുണവും ഉണ്ടോ? അംബികേ, ശങ്കരന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അനുവദിക്കേ. അല്ല, വർണ്ണന കേട്ട് ചോദിച്ചു പോയതാ അമ്മാവാ. പേര് പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. എങ്ങനെയാ കുടുംബം? അമ്പലവാസിയായ ഒരു പാവം വാരസ്യാരി കുട്ടിയാ. ഭേഷായി ശങ്കര, ഈ കുടുംബത്തിന് ചേർന്ന കുട്ടി. ഇതെങ്ങനെ ഒപ്പിച്ച ശങ്കരേട്ടാ? കുറച്ച് കഷ്ടപ്പെട്ട് കാണുമല്ലോ കണ്ടെത്താൻ. കേട്ടോ അമ്മേ, ഈ കുടുംബത്തിലെ ചെക്കിന് വേണ്ടി കണ്ടെത്തിയ പെണ്ണിന്റെ സ്റ്റാറ്റസ്. അതല്ലേ ഭേഷായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റസിനെ പറ്റി നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് പലതും ഓർത്തും ആലോചിച്ചും വേണം അംബികെ. ശങ്കര, ബാക്കി കാര്യങ്ങൾ കേൾക്കട്ടെ. അച്ഛനൊരു പാവം പോസ്റ്റ്മാനാ, ഹരീന്ദ്ര വാര്യർ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അമ്പലത്തിലെ കഴകപ്പണിയാ. ചുരുക്കി പറഞ്ഞ മുഴുപട്ടിണി എന്നർത്ഥം. കേക്കട്ടെ, ഇനിയുണ്ടോ വർണ്ണന? പിന്നെയുള്ളത് ഒരു ചേട്ടനാ. ഇതാണ് കുടുംബമെങ്കിൽ അവന് ഇതൊക്കെ തന്നെയല്ലേ പണി ഉണ്ടാവുക. നല്ല വിദ്യാഭ്യാസമുള്ള ചെക്കനാ. അപ്പൊ പെണ്ണോ? അത്രയൊന്നുമില്ല.
എന്നുവെച്ചാ +2 നല്ല മാർക്കിൽ പാസ്സായി. പിന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. വളരെ നന്നായി ചേട്ടാ, അത്യുത്തമം എന്നേ പറയണ്ടു. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ MBA എടുത്ത ചെറുമകന് വേണ്ടി കണ്ടെത്തിയ പെണ്ണിന്റെ യോഗ്യത കേവലം 10ാം ക്ലാസ്സും ഭരതനാട്യവും. ഇതിപ്പറ എന്ത് യോഗ്യതയാ വേണ്ടത് അല്ലേ? ഞാൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ചോദിക്കാത്തിടത്തോളം കാലം ഇങ്ങോട്ട് വിളമ്പണ്ട. ഡിഗ്രിയുടെ കനത്തിലല്ലല്ലോ ആളെ അളക്കേണ്ടത്. ആണോ മഹേശ്വരി? ഇന്നത്തെ കാലത്ത് ഇത് തന്നെയാ അളവുകോല്. സൂര്യൻ എന്താ എന്തെങ്കിലും കുറവുണ്ടോ ഇങ്ങനെ ഒരു കല്യാണം ആലോചിക്കാൻ? ഒന്നുമില്ലെങ്കിലും അവന്റെ തരത്തിനെങ്കിലും ചേരണ്ടേ? അല്ല ശങ്കര, ഒന്ന് ചോദിച്ചോട്ടെ, ആയിക്കോട്ടെ. അവരുടെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാ? എന്നുവെച്ചാ ആസ്തികള്. എന്റെ പൊന്നംബികാമേ, അങ്ങനെയൊക്കെ ചോദിച്ചാ കുഴഞ്ഞത് തന്നെ അല്ലേ ശങ്കര? എടുത്തു പറയത്തൊക്കെ യാതൊരു ചുറ്റുപാടും ഇല്ല മഹേശ്വരമേ. ആ, ആകെ എന്തോ ഇത്തിരി നിലമുണ്ട്, ഒരു തുണ്ട് കരയുണ്ട്, അതിൽ കടവും ഇടവും വാങ്ങി നല്ലൊരു കൊച്ചു വീടും ഉണ്ട്. ആകെ മൊത്തം പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ പരകോടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ശങ്കര? എന്ന് പറഞ്ഞാ പക്ഷെ അമ്പിയാമേ, ആ കൊച്ച് ഒരു ലക്ഷ്മി ദേവിയാ. അത്രയ്ക്ക് ഐശ്വര്യമുണ്ട് മുഖത്ത്. ഐശ്വര്യം മുഖത്തുണ്ടായിട്ട് കാര്യമില്ല ശങ്കര. ഐശ്വര്യം സ്വത്തിലും പണത്തിലും വേണം, എന്നാലേ ജീവിക്കാൻ പറ്റൂ. അല്ലാത്തവരൊക്കെ ജീവിക്കുന്നില്ലേ മഹേശ്വരി? ഉണ്ടാവും, പക്ഷെ അവരാരും കോടികൾ ആസ്തിയുള്ള തറവാട്ടിലേക്ക് കല്യാണാലോചനയും കൊണ്ട് വരാറില്ല. ഒന്നുമില്ലെങ്കിലും തരാതരമെങ്കിലും നോക്കും. എന്ത് തരാതരം മഹേശ്വരി? മനുഷ്യനും മനുഷ്യനും തമ്മിലേ തരാതരമുള്ളൂ. പണവും സ്വത്തും തമ്മിൽ അതില്ല. കാലിലൊരു മുള്ളു കൊണ്ടാ മതി, ഒക്കെ തീരും. നമുക്കിപ്പോ ഇങ്ങനൊരു പ്രപ്പോസൽ ആവശ്യമുണ്ടോ മുത്തശ്ശ? ഒന്നുമില്ലെങ്കിൽ സൂര്യന്റെ ഒപ്പം വിദ്യാഭ്യാസമെങ്കിലും വേണ്ടേ? തമ്പുരാൻ മഠത്തിലെ സൂര്യനാരായണ വർമ്മയ്ക്ക് ആലോചിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തിയാണോ? മുത്തശ്ശന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും വളർന്ന അവനോടെങ്കിലും ഒരു വാക്ക് ചോദിക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല. തീരുമാനം എന്റേതാ. അത് ഏട്ടന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അവൻ ഏറാൻ മോളിയല്ലേ? ഇതെന്താ ധർമ്മ കല്യാണോ? അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തണ്ടല്ലോ, ധർമ്മം കൊടുത്താ പോരെ? പണമായോ സ്വർണ്ണമായോ? അവന്റെ തലയില് ഇങ്ങനെ ഒരുത്തിയ ജീവിതകാലം മുഴുവൻ കെട്ടിവെക്കുന്നത് എന്തിനാ? അതൊന്നും നിങ്ങൾ അറിയണ്ട. പണവും സ്വത്തും മാത്രമല്ലല്ലോ ലോകത്ത് വലുതായിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഇത് അവന്റെ ജീവിതമാ. അതെ, ജീവിതമാ. അതിലെങ്കിലും അവന്റെ ഒരു വാക്ക് കേൾക്കാൻ ഏട്ടൻ ചെവി കൊടുക്കാത്ത എന്താ? ഇതൊക്കെ ആരെ തോപ്പിക്കാനാ? അവനെയോ അതോ മറ്റാരെങ്കിലെയോ? ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വേവലാതിപ്പെടണ്ട. എനിക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ. പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇവിടേക്ക് ഏതെങ്കിലും പെൺകുട്ടികൾ സ്ത്രീധനം കൊണ്ടുവന്നിട്ട് വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? എത്രയോ തലമുറകൾ കഴിയാനുള്ള വക ഇവിടെയുണ്ട്. നിന്നോട് നിന്റെ വക്കാലത്ത് ചോദിച്ചില്ലല്ലോ, ചോദിക്കുമ്പം പറഞ്ഞാ മതി. പറയാതിരിക്കാൻ കഴിയില്ല മാഡം, അത്രയ്ക്ക് ഐശ്വര്യമുള്ള കുട്ടിയാ. ആ അതെ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുട്ടിയാ. ആ ഗ്രാമത്തിലൊന്ന് ചോദിച്ചു നോക്കണം വാര്യത്തെ കുട്ടിയെ പറ്റി. ആൾക്കാർക്കൊക്കെ 100 നാവാ. എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ആരും അതിനെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിക്കുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ പറയാറ്. അത് സ്വയം പറഞ്ഞിരിക്കുന്നവർക്കാ മാഡം. നിന്റെയൊക്കെ വർണ്ണന കേട്ടാലേ ഇതേതോ ദേവലോകത്ത് നിന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നാണെന്ന് തോന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ ആ ഫോട്ടോ കാണിക്കണോ? അതിനെന്താ, ഞാനിപ്പോ കാണിക്കാലോ. ഗോപാല, നീ ആ ഫോട്ടോ ഇങ്ങെടുത്തേ. എവിടെ? കാണുന്നില്ലല്ലോ. എവിടെ ഗോപാല? ഒരു ഉത്തരവാദിത്വമില്ല. ഫോട്ടോ നീയല്ലേ വയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്? എന്നിട്ട് എവിടെ? ഞാൻ ഇതിനകത്ത് മദ്ദളം ചെണ്ടോട് പരാതി പറയുന്ന പോലെ ആയല്ലോടോ കഥ. ഫോട്ടോ വാങ്ങിച്ചിട്ട് അറിയാതെ വാര്യക്ക് തിരിച്ചു കൊടുത്തു എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്ന് തന്നെ വൈകിട്ട് ഫോട്ടോ കൊണ്ടുവരാം സാർ. എന്നാ ഞങ്ങള് സാറേ അങ്ങോട്ട്. ആ
അല്ല ദേവു, നീ ഇന്നലെ ഏതോ വഴിയാത്രക്കാരന്റെ തല എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ കേട്ടല്ലോ. ദേ അമ്മമ്മേ, ഞാൻ ഇതൊക്കെ വാരി കളഞ്ഞിട്ടങ്ങ് പോവും കേട്ടോ. ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത്? ഞാൻ അയാളുടെ തല എറിഞ്ഞു പൊട്ടിച്ചൊന്നും അല്ല. ഞാൻ മാങ്ങ എറിഞ്ഞ് ഉന്നം തെറ്റി അയാളുടെ തല പൊട്ടി. ഞാൻ എന്ത് ചെയ്യാനോ? ആരുടെ തലയെന്നൊന്നും ഞാൻ കണ്ടില്ല. വണ്ടിയോടെ മറിഞ്ഞു വീണത് കുട്ടികൾ കണ്ടു. ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും. നിന്റെ മുത്തശ്ശി ഉണ്ണൂലിക്ക് സുഖമാണോടി കൊച്ചെ? പിന്നെ അതിന് വല്ല അസുഖമുണ്ടോ? ഇപ്പോഴും പയറ് പോലല്ലേ നടക്കുന്നേ? ചോദിച്ചതായി പറയണ കേട്ടോ. ഓ, പറഞ്ഞേക്കാമേ. അപ്പൊ ഞാൻ പോട്ടെ അമ്മമ്മേ. ഇനി വരുമ്പോഴേ നല്ല മുറുക്കാൻ കൂട്ടി ഞാൻ കൊണ്ടുവരാട്ടോ. വൈകുന്നേരം കുട്ടിപ്പട്ടാളം വരുന്നതിന് മുമ്പ് അമ്പലത്തിൽ ഇച്ചിരി പണിയുണ്ട്. ഒന്നേ, തനിക്ക് ശമ്പള കുടിച്ച് അക്കൗണ്ടിൽ വന്നില്ലല്ലേ? ഇനി മുതൽ നിനക്ക് ശമ്പളം പോലും ഉണ്ടാവില്ല, നോക്കിക്കോ. ഇന്നലെ വരെ ഞങ്ങൾ തൊഴിലാളികളായിരുന്നു, നിന്നെ പോലെ. നാളെ മുതലേ ഞങ്ങൾ മുതലാളിമാരാ. അതാ പറഞ്ഞത് ശമ്പളം പോലും കിട്ടില്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും ഒരു വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡിലായിരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ടുപേർക്കും ഒരുപോലെ. ഓക്കെ? എന്താണ് അത്? രാവിലെ പെങ്ങള് നെറ്റിത്തൊട്ട കളഭം കാണാനില്ലല്ലോ. ഇത്രയും നേരമല്ലേ ഏട്ടാ? അത് വേർപ്പുണ്ട് തനിയെ മാഞ്ഞു വെക്കണം അല്ലേ അളിയ? അളിയതിട്ടപ്പോ അളിയന് പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ പെങ്ങളുടെ സ്നേഹം കൊണ്ട് കുതിർത്തലിച്ച് വശ്യമായി ഇട്ട് കൊടുത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ അളിയന് എന്നും ഐശ്വര്യമായിരിക്കുമല്ലോ അല്ലേ അളിയ? അളിയൻ ഭാഗ്യവാന, അതുവഴി ഞങ്ങളും. യവന്മാരെങ്ങനെ ഇതിന്റെ അകത്ത് കയറി? സ്ഥാപിച്ച് കഴുത്തി പിടിച്ച് വെളിയിൽ തള്ളിയതല്ലേ? കേട്ടോ ചേട്ടാ, ഇതാണ് നമ്മുടെ അളിയന്റെ ക്വാളിറ്റി. നമ്മൾ വന്ന് കയറിയപ്പോഴേ ജ്യൂസ് പറഞ്ഞു കണ്ടില്ലേ? അളിയന്മാർക്ക് വേണ്ടി. അളിയനോ? ഇതെന്ത് കണക്ക് ദൈവമേ? ഇനി മറ്റേ കല്യാണമോ മറ്റോ? സീതാറാം, 2 ജ്യൂസും കൂടി എടുക്കും. പ്ലീസ്, ഒന്ന് രണ്ടുപേരെ ആ കസേരയിലേക്ക് ഇരിക്കാമോ? വി ഹാവ് ടു ഡിസ്കസ് സം ഫാമിലി മാറ്റേഴ്സ്. ഓക്കെ സർ. ശിവേട്ട, ഇവരുടെ റീ അപ്പോയിന്റ്മെന്റിന്റെ ഫയലിംഗ് എടുക്ക്. റീപോസ്റ്റിംഗ് മുത്തശ്ശന് ഒപ്പിട്ടതല്ലേ? ഒപ്പിട്ടിട്ടുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. ശരി. ആകെ കൺഫ്യൂഷൻ ആണല്ലോ. എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്റെ അളിയ, ഞങ്ങൾ അളിയനെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങളുടെ റീപോസ്റ്റിംഗ് തയ്യാറാക്കിയില്ലേ? ഗ്രേറ്റ്. അല്ലളിയ, ഇനിയിപ്പോ പ്രത്യേക ഒരു പോസ്റ്റിംഗ് ഉത്തരവൊന്നും വേണ്ടല്ലോ. ഹിയർ ആഫ്റ്റർ വി ആർ നോട്ട് എംപ്ലോയീസ്, പാർട്ട് ഓഫ് യു. ദാറ്റ് മീൻസ് പാർട്ട് ഓഫ് ഓണർഷിപ്പ്. അതാണല്ലോ അതിന്റെ ഒരു പോക്ക് അല്ലേ? ദേവൻ കുഞ്ഞിനും ഭുവി കുഞ്ഞിനും റീ അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അത് പിന്നെ കൊടുക്കാതിരിക്കൂ? അവരുടെ അളിയനല്ലേ അവിടെ ഇരിക്കുന്നത്. അളിയനോ? ഇതെന്തോ കൂത്ത്? അവിടെയും അളിയനെന്ന് പറയുന്നു, ഇവിടെയും അളിയനെന്ന് പറയുന്നു. എന്തോ നടന്നുവെന്ന് സാരം. കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലികളാണ് ഇത്തവണ കമ്പനി നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ജോലിയുടെ സ്വഭാവത്തിലും ശമ്പളത്തിലും മാറ്റങ്ങളുണ്ടാവും. ആക്ച്വലി ഞങ്ങൾ അതിന് യോഗ്യരാണ്. അത് മാത്രോ, ഞങ്ങൾക്ക് ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അളിയ ഒറ്റ ഇവിടെ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്. പ്ലീസ് ഒന്ന് വരും. ജാസ്മിൻ. താങ്ക് യു സർ. അഖിലേഷ് സർ. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ പുതിയ സ്റ്റാഫുകളെ പരിചയപ്പെടാലോ. ഇത് അഖിലേഷ് നായർ, പുതിയ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് മാനേജർ, അതായത് ഭുവനേഷിന് പകരം നിയമിക്കപ്പെട്ട ആൾ.
ഇത് ജാസ്മിൻ കൃഷ്ണ, ദേവേഷിന് പകരം നിയമിക്കപ്പെട്ട പുതിയ അസിസ്റ്റന്റ് മാനേജർ ഇൻ അക്കൗണ്ടൻസ്. ഇനി മുതൽ ഇവരാണ് അക്കൗണ്ട്സും ഫിനാൻസും കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഞങ്ങളുടെ പോസ്റ്റ്? അതൊന്ന് ചോദ്യമാടാ. നമുക്ക് സീനിയർ മാനേജറായിട്ട് പ്രൊമോഷൻ തന്നു കാണും. ഭുവനേഷ്, ദേവേഷ്. ഇതെന്താ മനസ്സിലായില്ല? MD-യുടെ ഉത്തരവാ, എനിക്കൊന്നും അറിയില്ല. ഓഹോ, അത് ശരി. ഇന്നലെ അവർ ഈ കമ്പനിയിലെ മാനേജർമാരായിരുന്നതാ. ഇനി മുതൽ ഫീൽഡ് സൂപ്പർവൈസർമാരോ? കൊള്ളാട്, കൊള്ളാം. നീ നിന്റെ കേരളം ചേർന്ന് ഞങ്ങളെ മറ്റു തൊഴിലാളികളെ പോലെ നിന്റെയൊക്കെ മുമ്പിൽ കൈനീട്ടി വരാൻ നിൽക്കല്ലേ? കാണിച്ചിടാ, ദേവേട്ടാ, വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട. നിന്നെ ഇതൊന്നും ഞാൻ തീരുമാനിച്ചല്ല ദേവേട്ടാ. സാബ്ജിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? താനൊരു അക്ഷരം മിണ്ടരുത്. ഇത് കമ്പനി കാര്യമാ, ഞങ്ങളും ഇവനും തമ്മിലുള്ളത്. തനിക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലല്ലോ. ഇങ്ങനെ വന്ന നാണകട ഞങ്ങൾ വരില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് പാര എവിടെ ഇരുന്ന് ഭരിക്കാൻ നോക്കണ്ട. ഇത് മുൾക്കിടണമാ, ഓർത്തോ. കേണൽ കാണുന്നത്. വാ. ആ, സൂര്യ സാർ ഇപ്പോ വന്നതേ ഉള്ളൂ. അതെ. ആ, അതുകൊണ്ടാ ഞങ്ങളും വൈകിയതേ. ഇരിക്കടോ. ആ, എടുക്ക. ഞാൻ നോക്കട്ടെ. ഹായ്, എന്തു ഭംഗി! സിനിമാ നടി പോലെയുണ്ട്. മഞ്ജിമേ, മോളിങ്ങോട്ട് വന്നേ. മോളെ, ആ ഫോട്ടോ സൂര്യങ്ങൾ കൊടുക്ക്. സൂര്യ, ദാ മാമ. രാമസ്യ രാമഭദ്രായ രാമചന്ദ്രായ ദേവസേ രഘുനാഥായ നാഥായ സീതായാഹ പതേ നമഃ. ഓം ക്ലീം നമോ ഭഗവതേ രാമചന്ദ്രായ സകലജന വശ്യകരായ സ്വാഹ.
അല്ല ഇതെങ്ങനെ ഒപ്പിച്ചു? ശങ്കരേട്ടന് കാശ് കൊടുക്കുന്ന കൂട്ടത്തിൽ സംഘടിപ്പിച്ച. കുഞ്ഞെ, എനിക്കൊരു സംശയം. എന്ത്? ഇത് കുഞ്ഞിന്റെ തലയിലെറിഞ്ഞ ആ കക്ഷിയല്ലേ? താനൊന്ന് പോയി. അവള് ഇത്രയ്ക്ക് സുന്ദരിയാണ്. പക്ഷെ കുഞ്ഞു പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ ആയിക്കൂടെ? ഇതല്ല. എന്ത് നിഷ്കളങ്കമായ മുഖം, എന്തൊരു പുഞ്ചിരി, താമര ചുണ്ടുകൾ, പിടയ്ക്കുന്ന കണ്ണുകൾ. ഇതാവാൻ തരവില്ല. എന്തൊരു ഭാവന, പൂർണ്ണമായ കവിവർണ്ണന. കൊള്ളാമല്ലോ ആള്. ഈ ഷേക്സ്പിയറും ഷെല്ലിയും കീറ്റ്സും ഒക്കെ സൗന്ദര്യം വർണ്ണിച്ച് താൻ കേട്ടിട്ടില്ലേ? ചിലപ്പോ ഇവളെ കണ്ടിട്ടായിരിക്കും.